ಕರ್ನಾಟಕದ ರಸ್ತೆಗಳ ಬಗ್ಗೆ ಚೀಮಾರಿ ಹಾಕುತ್ತಿರುವ ಕೇರಳದ ವಾಹನ ಸವಾರರು ವಿಡಿಯೋ ವೈರಲ್. ಕರ್ನಾಟಕದಲ್ಲಿನ ರಸ್ತೆಗಳು ಹದಗೆಟ್ಟು ಅಪಘಾತಗಳು ಸಾವು ನೋವು ಸಂಭವಿಸುತ್ತಿರುವ ಬೆನ್ನಲ್ಲೇ ಕರ್ನಾಟಕ ಕೇರಳ ರಾಜ್ಯ ಹೆದ್ದಾರಿ ಪರಿಸ್ಥಿತಿಯನ್ನು ಕೇರಳದ ಪ್ರಯಾಣಿಕನೊಬ್ಬ ವಿಡಿಯೋ ಮಾಡುವ ಮೂಲಕ ಚೀಮಾರಿ ಹಾಕಿದ್ದಾನೆ. ಕರ್ನಾಟಕದ ವಿರಾಜಪೇಟೆ, ಕೇರಳದ ಕಣ್ಣೂರು ನಡುವಿನ ರಸ್ತೆಯನ್ನು ವಯನಾಡಿನಲ್ಲಿ ನಡೆಯುವ ಸಾಹಸಮಯ ಕ್ರೀಡೆ ಆಫ್ ರೋಡ್ ಟ್ರ್ಯಾಕ್ಗೆ ಹೋಲಿಸಿದ್ದಾನೆ. ಕೇರಳದಿಂದ ಸುಂಕ ಪಾವತಿಸಿ ಕರ್ನಾಟಕಕ್ಕೆ ಪ್ರವೇಶ ಮಾಡುತ್ತಿದ್ದುದೇ ರಸ್ತೆಯ ಪರಿಸ್ಥಿತಿ ನೋಡಿ ದಿನನಿತ್ಯ ಪ್ರವಾಸಿಗರು, ಸಾರ್ವಜನಿಕರು ಸಂಚರಿಸುವ ರಸ್ತೆ ಸರಿ ಮಾಡುವುದು ಯಾವಾಗ ಎಂದು ವಿಡಿಯೋ ಮಾಡಿ ತನ್ನ ಗೋಳು ತೋಡಿಕೊಂಡಿದ್ದಾನೆ. ವರದಿ ಗಿರಿಧರ್ ಕೊಂಪುಳಿರ, ಕೊಡಗು. കണ്ണൂരിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് റോഡ് കാണണമെങ്കിൽ ഏറ്റവും കിടനായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥലമാണ് ബാംഗ്ലൂരേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മാക്കൂട്ടം ചുരം റോഡ്. അതൊരു കിടൺ എക്സ്പീരിയൻസ് ആണ്. നമ്മള് പിന്നെ പൈസ എല്ലാം കൊടുത്തിട്ട് അങ്ങൊന്നും പോണ്ട, വയനാട് ചുരം അങ്ങനെ കയറി പോകുന്നും വേണ്ട, ബാംഗ്ലൂരേക്ക് പോവാ. ബാംഗ്ലൂരിൽ പോകുന്ന റോഡ് അത് കർണാടക ഗവൺമെന്റ് കിടനായിട്ട് ഓഫ് റോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. 10 രൂപ നമ്മൾ കർണാടക ഗവൺമെന്റിനാണ് പാസ് കൊടുക്കണം. എന്നിട്ട് നമ്മളിതാ മുമ്പിൽ ഇങ്ങനെ കാണുക റോഡ് കണ്ടാ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡ്. ഇങ്ങോട്ട് നോക്കിയാൽ ഇത്രക്കും വൃത്തികെട്ട ഒരു സർക്കാരിന്റെ സംവിധാനം, അതും ഈ കർണാടകയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ, അതായത് ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല സാധന സാമഗ്രികൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കൊട്ടിയൂർ അമ്പലം, അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഇപ്പൊ കണ്ണൂരിലുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, കണ്ണൂർ എയർപോർട്ടിലൊക്കെ ഈ പിന്നെ ആളുകൾക്ക് വരാൻ വേണ്ടി, അതായത് പേട്ടക്കെന്നൊക്കെ വരാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് റോഡാണിത്. ആ റോഡാണ് ഇത്രയും മോശമായിട്ട് എത്രയോ കാലങ്ങളായി ബാംഗ്ലൂരിലേക്ക് പോകുന്ന, ബാംഗ്ലൂരിൽ ജോലി ചെയ്യാൻ പോകുന്ന ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ദുരിതം. പൊടി പാറിയിട്ട് ഒരു വണ്ടി ഒരു പ്രാവശ്യം പോയി തിരിച്ചു വരുമ്പോഴേക്ക് നമ്മുടെ ഒരു വണ്ടി ഒരു പരുവത്തിലാവും. അത്രക്കും മോശമാണ് ഇവിടുത്തെ റോഡ്. പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസിനോട് ഒരു അപേക്ഷയുണ്ട്, മന്ത്രിനോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഇടപെട്ടിട്ട് ഈ കർണാടക ഗവൺമെന്റിന്റെ ആൾക്കാരോടൊന്ന് പറഞ്ഞിട്ട് ഈ റോഡൊന്ന് ശരിയാക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമാവും.